ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വീണ്ടും വിവേക് വരികയാണ് കേട്ടോ ശരത്തിൻ്റെ വീട്ടിലേക്ക്. കാരണം ഒരു ദിവസം പോലും വർഷയെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം രാവിലെ നോക്കിയപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും ശൂന്യത മാത്രം, വീട് അടച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ വർഷയെ ഒന്ന് കാണണം, അവളെ കണ്ടുകൊണ്ടാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളെ കാണാൻ ആഗ്രഹം, അതിനാൽ ഞാൻ വന്നതെന്ന് പറയുന്നു. ഇതിനാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നതെന്ന് ശരത്ത് പറയുന്നു കേട്ടോ. പക്ഷേ ഈ ശരത്താണെങ്കിലോ ഭയങ്കര ഫ്രോഡാണ്, എന്തായാലും നമുക്ക് പറയാം, അതിനെക്കുറിച്ച് നമുക്ക് വരാം. അതിനുശേഷം തന്നെ വീണ്ടും അകത്തേക്ക് കയറി പോകുന്നു കേട്ടോ. ആ സമയത്ത് ആരതി വരുന്നുണ്ട് കേട്ടോ. ആരതി വന്നതിന് ശേഷം ആ ആരതി പോവുകയാണെന്ന് ചോദിക്കുന്നു. ആ സമയം വിവേക് ചോദിക്കുന്നുണ്ട്, ആരതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വർഷയെക്കുറിച്ച്, ഈ ട്രീറ്റ്മെൻറ്റിലൂടെ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് ചോദിക്കുന്നു. എന്തായാലും മെഡിസിനൊക്കെ റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മാറ്റം ഇല്ലെങ്കിലും വർഷ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അവളും പറയുന്നത്. എന്നാൽ ഞാൻ വൈകിട്ട് വരാം, ഇപ്പോൾ ഉള്ള ധാരയും കിഴിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ അഞ്ജു ഉണ്ടായിരുന്നു അവിടെ. അഞ്ജു ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് വർഷയ്ക്ക്. ആ സമയത്ത് വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. ആ വിവേക് വന്നോ? ഇപ്പം എന്തായാലും വിവേക് വിഷമിക്കേണ്ട, വർഷയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാവും കേട്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് രാവിലെ ആ വീട്ടിലേക്ക് നോക്കിയപ്പോൾ വെറും ഒരു ശൂന്യത മാത്രമാണ് ഞാൻ കണ്ടത്. നിങ്ങളവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കും നല്ല സങ്കടമുണ്ട്. വർഷയെ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസം ഞാൻ തുടങ്ങുന്നത്. എത്രയും പെട്ടെന്ന് ഈ കിടപ്പിൽ നിന്ന് എണീറ്റ് വാടോ എന്ന രീതിയിലൊക്കെ വിവേക് പറയുന്നു. വിവേക് വിഷമിക്കേണ്ട, വർഷം ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് ശിവയും പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അപ്പം എന്നെ വിളിക്കാൻ മടിക്കരുത് ശിവ, ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞിട്ട് വിവേക് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് കാണിക്കുന്നത് അഞ്ജുവിനെയും ശിവയും ഒക്കെയാണ് കേട്ടോ. അവിടുന്ന് അവർ ആ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരതി വരുന്നു. ആരതിയുടെ ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേനും ചേച്ചി എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുകയാണെന്ന് അഞ്ജു ചോദിക്കുന്നു. അതെ, ശരത്തേട്ടൻ്റെ ഫ്രണ്ടിന് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ ഡ്രസ്സ് കണ്ടാൽ തോന്നില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഞാൻ എങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിനെ ചൊല്ലി എപ്പോഴും ശരത്തേട്ടൻ എന്നെ കളിയാക്കുമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ടും കഴിക്കണമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു കേട്ടോ. അതിന് പോവുകയാണ്. അതിനുശേഷം തന്നെ വീണ്ടും ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങുന്നുണ്ടോ ശിവയും അതുപോലെ അഞ്ജുവും. പിന്നീടാണെങ്കിലോ ഇവരാണെങ്കിൽ, അതായത് ശരത്തും ഈ ആരതിയാണെങ്കിലും മഹാ ഫ്രോഡുകളാണ് കണ്ടോ. അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ഓരോരോ കപട നാടകം കളിച്ചുകൊണ്ടാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇവർക്കിത് തിരിച്ചറിയാനുള്ള ടൈം ആയിട്ടില്ല, അതിനുള്ള സാഹചര്യം എത്തിയിട്ടില്ല. ഇവർക്കൊരു ബിസിനസ് എന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്ത് കൂട്ടുന്നത്. അങ്ങനെ ഡ്രിങ്ക്സ് അടിക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ ശരത്തിനോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വേണ്ട, അയാളും കൂടി വന്നിട്ട് മതിയെന്ന് പറയുന്നു. അവർ കാത്തിരിക്കുന്ന വ്യക്തി വേറെ ആരും ആയിരുന്നില്ല, അത് ഡോക്ടർ റോബിൻ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഡോക്ടറാണെന്ന് പേര് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇയാൾ ഭയങ്കര ഫ്രോഡാണെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അവർക്ക് ഇത് ഈ ഒരു ഹോസ്പിറ്റലിലെ കാര്യത്തിൽ തന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല രഹസ്യമായിട്ട് ഓരോരോ ഇടപാടുകൾ നടത്തുന്നവരുമാണ് കേട്ടോ. അങ്ങനെ ഒരു മയക്കുമരുന്നിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. അതിനാണ് ഈ ഡ്രഗ്സ്, അതായത് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു വിടുന്ന സമയത്ത് അതിനകത്ത് ഈ മയക്കുമരുന്നും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ അവർ കൊടുത്തു വിടുന്നത്. അതോടുകൂടി തന്നെ ഇവരുടെ ബിസിനസ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വർഷയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇതിൽ കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അഞ്ജുവും അതുപോലെ ശിവയും അതുപോലെ അഭിയും കണക്ക് കൂട്ടി തന്നെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ആ സമയത്ത് റോബിൻ പറയുന്നുണ്ട്, എനിക്ക് അഞ്ജുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവളുടെ കണ്ണുകൾ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ മറക്കരുത് എന്ന രീതിയിലൊക്കെ പറയുന്നു. ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, ഒരിക്കലും അഞ്ജുവിൻ്റെ കാര്യത്തിൽ കണ്ണു വയ്ക്കാൻ നിൽക്കേണ്ട. ആരതി അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടും പറയുന്നുണ്ട്, ശരതേടന് അഞ്ജുവിനെ കണ്ടപ്പോൾ മുതൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ബാക്കി കുട്ടികളുണ്ടല്ലോ, ശിവയും വർഷയുടെ കാര്യത്തിൽ സിമ്പിളാണ്, കാരണം അവൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചാലും അവിടെ ഒന്നും പറയാനും പോകുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവരൊരു വൃത്തികെട്ട ആളുകളാണെന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഈ ചതിയൊന്നും വിവേക് എപ്പോഴാണ് തിരിച്ചറിയാന്നുള്ളത് നമുക്കറിയില്ല. അതിനുശേഷം തന്നെ വീണ്ടും ആരതിയാണെങ്കിലോ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അഞ്ചു വരുന്നു. എന്താ ചേച്ചി എന്ന് കാണിക്കുന്നത് ചോദിക്കുന്നു. ആ സമയത്ത് ആരതി
അതായത് നെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതല്ല, അഞ്ജു എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചേച്ചി ഡിസൈൻ ചെയ്ത ഡ്രസ്സൊക്കെ ഒന്ന് കാണാം എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുന്നത്. ചേച്ചി എന്തിനാ ഇങ്ങനെ വേർക്കുന്നത്? അല്ല, ഈ റൂമിൽ ഫാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഫാനല്ലേ ഈ കറങ്ങുന്നത്. അയ്യോ, എനിക്ക് AC വേണം, അതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് ചേച്ചി ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് ഇത്. ഇത് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തതാണെന്ന് പറയുന്നു. ഇതാരും വിശ്വസിക്കില്ല, അത്രയും ഗംഭീരമായിട്ടുണ്ടല്ലോ. എനിക്കിതൊക്കെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ പിന്നെ അഞ്ജുവിന് പഠിച്ചൂടെ? അത് പിന്നെ എൻ്റെ ജോലിയുടെ തിരക്ക് കാരണം. എന്നാലും എനിക്ക് നല്ല പഠിക്കണമെന്ന് അത്യാവശ്യമാണെന്ന് പറയുന്നു. പിന്നെ ഞാൻ ചോദിക്കാൻ പറഞ്ഞു അഞ്ജുവിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ. അത് പിന്നെ ചേച്ചി, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങി വന്നതാണ്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതമൊന്നും കിട്ടിയില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല ചേച്ചി, ഞാൻ പോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അഞ്ജു പോകുന്ന സമയത്ത് വേഗം വാതിൽ അടച്ച് കുറ്റിയിട്ടതിന് ശേഷം വീണ്ടും ഈ പരിപാടികൾ തുടങ്ങുന്നു കേട്ടോ. പിന്നെയാണ് ഈ രാഘവനെയും ശ്രീനാഥിനെയാണ് കാണിക്കുന്നത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ രണ്ടുപേരും കൂടി അടയും ചക്കരയും ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മദ്യമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിൻ്റെ അവസ്ഥ എനിക്കറിയോ? കാരണം വയനാട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആ ചന്ദ്രദാസ് ആണെങ്കിൽ എന്നെ കൊല്ലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ. വർഷയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. അയാൾക്കാണെങ്കിൽ വർഷയെ കിട്ടാതെ എന്നെ പറഞ്ഞയക്കില്ല എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. ശ്രീനാഥ് പറയുന്നുണ്ട്, എന്തിനാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നു. നിനക്കും അവളെ ഇഷ്ടമല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഇരിക്കേണ്ട അവസ്ഥ വന്നത്. ഇപ്പോൾ അവൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് അവളെ കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ നിനക്ക് അവളെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ ചന്ദ്രദാസിനും. എല്ലാത്തിനും ഞാൻ കൂടി നിൽക്കുമെന്ന് രാഘവൻ പറയുന്നുണ്ട്. പിന്നെ ആ മൂശേട്ടുണ്ടല്ലോ, ആ ഒരു എന്താ പറയുക കൊച്ചമ്മ, അതായത് വസുന്ധര ആൻറ്റിയോ ചോദിക്കുന്നത്, അതിൻ്റെ കൺമുന്നിൽ പെടാതിരിക്കുകയായിരിക്കും നമുക്ക് നല്ലത്. പെട്ട് കഴിഞ്ഞ കാര്യങ്ങൾ ആകെ വഷളാവുന്ന രീതിയിലൊക്കെ രാഘവനും ശ്രീനാഥും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷേ പിന്നീടാണെങ്കിലോ ഭാരതിയെയും അതുപോലെ തന്നെ ശരത്തിനെയും കാണിക്കുന്നത്. എന്നിട്ട് അവരിങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ശരത്തേട്ടൻ ആരെയും തിരയുന്നതെന്ന് ചോദിക്കുന്നു കേട്ടോ. അത് വേറെ ഒന്നല്ല, അഞ്ജുവിനെയാണെന്ന് പറയുന്നുണ്ട്. അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? കൊള്ളാം, വളയ്ക്കുന്നതൊക്കെ കൊള്ളാം, വളച്ചങ്ങ് ഓടിക്കരുതെന്ന രീതിയിൽ പറയുന്നു. അവളിപ്പോൾ എവിടെ ഉണ്ടാവും? സമയത്താണെങ്കിൽ അവൾ ടെറസിൻ്റെ മുകളിലുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ അകത്തുണ്ട്. പിന്നെ അവൾക്ക് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും മയത്തിൽ വേണം അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം തന്നെ അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ ശരത്ത്. അങ്ങനെ കഴുകൻ്റെ കണ്ണുമായിട്ടാണ് കേട്ടോ അയാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ജുവിനെ ചുറ്റിപ്പറ്റി അതിനുശേഷം തന്നെ കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അഞ്ജുവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അഞ്ജു എന്ന് വിളിക്കുന്നു കേട്ടോ ശരത്ത്. ആ സമയത്ത് എന്താ ചോദിക്കുന്നുണ്ട്. അഞ്ജു സിംഗിളാണെന്നാണ് ഞാൻ വിചാരിച്ചത്, മറ്റു പെൺകുട്ടികളുടെ പോലെ. പക്ഷേ പിന്നീടാണ് എനിക്ക് അറിയാൻ പറ്റിയത്, ആരതിയാണ് അഞ്ജുവിനെ കുറിച്ച് എന്നോട് വ്യക്തമായി പറഞ്ഞത്. അഞ്ജു സിംഗിളല്ല, കല്യാണം കഴിച്ചതാണെന്ന രീതിയിലൊക്കെ. എന്താണ് പറ്റിയത് അഞ്ജു, അതിലൂടെ എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന രീതിയിലൊക്കെ ആ ശരത്ത് ചോദിക്കുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിനുള്ള മറുപടിയൊന്നും തന്നെ അഞ്ജു കൊടുത്തിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. പക്ഷേ ഇത് ഒരു ചതിയുടെ കഥയാണ് കേട്ടോ ഇനിയുള്ളത്.